നമ്മുടെ വീഡിയോയിൽ ഒരു വെണ്ടയ്ക്ക തീയലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. 8-10 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് മാറുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവാനുള്ള വെള്ളവും കൂടെ വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീയലിനുള്ള തേങ്ങയെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളിയും പെരിഞ്ചീരകവും കൂടെ ചേർത്താണ് ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ എണ്ണ തെളിയുന്ന രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.